വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനെ കുറിച്ചാണ്. റിഫ്രാക്ഷൻ, the phenomena of bending of light when it travels from one medium to another is known as refraction. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രകാശത്തിന്റെ പാതയിൽ വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തെയാണ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് ലൈറ്റ് റയറൽ മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ്. When a ray of light passes from denser to a rarer medium, after refraction, the ray bends away from the normal. In this case, when the angle of incidence increases, angle of refraction also increases. ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് ലൈറ്റ് റയറർ മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രകാശം നോർമലിൽ നിന്ന് അകന്നു പോകുന്നു. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്തോറും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടുന്നു. ഒന്നാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ലൈറ്റ് വാട്ടറിൽ നിന്ന് എയറിലേക്ക് പ്രവേശിക്കുമ്പോൾ നോർമലിൽ നിന്ന് അകന്നു പോകുന്നു. ഇവിടെയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഇൻക്രീസ് ചെയ്യുന്നു. ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുന്നതായി രണ്ടാമത്തെ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കുമ്പോഴുണ്ടാകുന്ന കറസ്പോണ്ടിങ് ആയി വരുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുന്നു. ക്രിട്ടിക്കൽ ആംഗിളിനെ സി വച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ ആംഗിൾ, the angle of incidence in the denser medium, for which the angle of refraction in rarer medium is 90 degree, is known as critical angle of the denser medium with respect to the rarer medium. മൂന്നാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ ലൈറ്റ് റേസ് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഈ പ്രതിഭാസത്തെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. When a ray of light travels from a denser medium to a rarer medium and the angle of incidence is greater than critical angle, the light ray will be reflected back to the same medium. This phenomena is called total internal reflection. Conditions for total internal reflection. Light must travel from denser medium to the rarer medium. The angle of incidence in the denser medium should be greater than the critical angle of the medium. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നതിനായി രണ്ട് കണ്ടീഷനുകളാണ് ഉള്ളത്. ലൈറ്റ് റേ ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്കാണ് പ്രവേശിക്കേണ്ടത്. രണ്ടാമത്തേത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം. റിലേഷൻ ബിറ്റ്വീൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ക്രിട്ടിക്കൽ ആംഗിൾ. n is equal to 1/sin c. n എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും c എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളുമാണ്. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻസിനെ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ മിറാഷ്, ദെൻ ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്, ലൂമിംഗ്, ടോട്ടൽ റിഫ്ലക്ഷൻ പ്രിസംസ്, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. മിറാഷ് അഥവാ മരീചിക. This is an optical illusion seen during hot days on deserts or tarred roads. On hot summer days, the layer of air in contact with the sand becomes hot
and rare. The upper layers are comparatively cooler and denser. When light rays travel from denser to rarer, they undergo total internal reflection. Thus, the image of the distant object is seen inverted. This phenomena is known as mirage. നല്ല ചൂടുള്ള ദിവസങ്ങളിൽ മരുഭൂമിയിലും ടാറിട്ട റോഡിലും നമുക്ക് മിറാഷ് കാണാവുന്നതാണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കൊണ്ടാണ് മരീചിക ഉണ്ടാകുന്നത്. വളരെ ചൂടുള്ള ദിവസങ്ങളിൽ റോഡും മരുഭൂമിയിലെ മണലും വളരെ ചൂടുള്ള തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവിടെയുള്ള വായു വളരെ ചൂടുള്ളതും സാന്ദ്രത വളരെ കുറഞ്ഞതുമായിരിക്കും. മുകളിലേക്ക് പോകുന്തോറും വായുവിന്റെ ചൂട് കുറയുകയും സാന്ദ്രത കൂടുകയും ചെയ്യും. പ്രകാശം മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ, അതായത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തലകീഴായ ഒരു ഇമേജ് ആയിരിക്കും നമ്മൾ കാണുക. ഈ പ്രതിഭാസത്തെയാണ് മിറാഷ് എന്ന് വിളിക്കുന്നത്. Brilliance of diamond. Diamonds appears to be brighter than other objects. This brilliance of diamond is due to total internal reflection. Refractive index of the diamond is high and the critical angle is small. Moreover, the faces of diamond are cut in such a way that a ray of light entering the crystal undergoes multiple total internal reflections. This multiple reflected light come out through one or two faces. As a result of this, diamond appears to be bright and brilliant. Diamonds വളരെ തിളക്കമുള്ളതായി കാണപ്പെടുന്നതിന് കാരണം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന പ്രതിഭാസമാണ്. ഡയമണ്ട്സിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.42ഉം ക്രിട്ടിക്കൽ ആംഗിൾ 24.4 ഡിഗ്രിയുമാണ്. ഡയമണ്ടിലേക്ക് പ്രവേശിക്കുന്ന ലൈറ്റ് റേസ് മൾട്ടിപ്പിൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് വിധേയമാകാവുന്ന രീതിയിലാണ് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ഡയമണ്ട് കട്ടേഴ്സ് ഡയമണ്ടിന്റെ ഫേസ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡയമണ്ട് ഇത്രയും തിളക്കമുള്ളതായി നമുക്ക് കാണപ്പെടുന്നത്. ലൂമിങ്. Due to mist and fog in cold countries, distant ship cannot seen clearly. But due to the total internal reflection, the image of the ship appears hanging in air. This illusion is known as looming. തണുപ്പുള്ള രാജ്യങ്ങളിൽ മൂടൽ മഞ്ഞ് കാരണം അകലെയുള്ള കപ്പലുകളെ ക്ലിയറായി കാണാൻ സാധിക്കുകയില്ല. പക്ഷേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന പ്രതിഭാസം കൊണ്ട് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഷിപ്പ് എയറിൽ നിൽക്കുന്നതായി നമുക്ക് തോന്നുന്നു. ഈ ഇലൂഷനെയാണ് ലൂമിംഗ് എന്ന് വിളിക്കുന്നത്. ടോട്ടൽ റിഫ്ലക്ഷൻ പ്രിസംസ്. ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ഐസൊലേറ്റ്സ് ഗ്ലാസ് പ്രിസംസ് whose critical angle is less than 45 degree. When a ray of light is incident on glass air surface at an angle of 45 degree, it suffers total internal reflection. It can be used to deviate the light ray through 90 degree, 180 degree and to invert image without changing their size. Total reflecting prisms are used in periscopes, binoculars, bicycle reflectors, etc. ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസംസ് എല്ലാം തന്നെ റൈറ്റ് ആംഗിൾ ഗ്ലാസ് പ്രിസംസ് ആണ്. അതിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ 45 ഡിഗ്രിയേക്കാളും കുറവായിരിക്കും. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന പ്രതിഭാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ 90 ഡിഗ്രിയോ 180 ഡിഗ്രിയോ ബെൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് പ്രിസം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൈസിൽ വ്യത്യാസം ഇല്ലാതെ തന്നെ ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്യാൻ റൈറ്റ് ആംഗിൾ പ്രിസത്തിന് സാധിക്കും.
പെരിസ്കോപ്പിലും ബൈനോക്കുലേഴ്സിലും ബൈസിക്കിൾ റിഫ്ലക്ടേഴ്സിലുമെല്ലാം തന്നെ ടോട്ടൽ റിഫ്ലക്ഷൻ പ്രിസംസ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. Optical fibers. Optical fibers consist of a number of long fibers made up of glass or quartz. They are coated with a layer of material of lower refractive index. Almost n is equal to 1.5. When light incident on optical fiber at an angle greater than the critical angle, it undergoes total internal reflection. Due to total internal reflection, a ray of light can travel through twisted path. ഈ കാലഘട്ടത്തിൽ ഓഡിയോ, വീഡിയോ സിഗ്നലുകളെല്ലാം തന്നെ വളരെ ദൂരത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനായി ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന പ്രതിഭാസം തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറിൽ കോറും ക്ലാഡിങ്ങും ഉണ്ട്. കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്ലാഡിങ്ങിനേക്കാളും കൂടുതലായിരിക്കും. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ കോറ് സാധാരണ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ള ഗ്ലാസോ കോഡ്സോ കൊണ്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്കിൽ ആ ലൈറ്റ് റേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് വിധേയമാകുന്നു. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ മൂലം ട്വിസ്റ്റഡ് പാത്തിലൂടെ പോലും ലൈറ്റ് റേസിന് ട്രാവൽ ചെയ്യാനായി സാധിക്കുന്നു. Uses of optical fibers. Used as light pipe in medical and optical diagnosis. It can be used for optical signal transmissions, used for transmitting and receiving of electrical signals, which are converted into light signals by suitable transducers. Internal organs ആയ സ്റ്റൊമക്, ഇൻറ്റസ്റ്റൈൻ തുടങ്ങിയവയിലെല്ലാം ഒരു വിഷ്വൽ എക്സാമിനേഷൻ നടത്തുന്നതിനുള്ള ലൈറ്റ് പൈപ്പുകളായി ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നു. ഒരു ഫോം ഓഫ് എനർജീനെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്. ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ സഹായത്തോടെ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ലൈറ്റ് സിഗ്നലാക്കി ട്രാൻസ്മിറ്റ് ചെയ്യുവാനായി സാധിക്കുന്നു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഡെക്കറേറ്റിംഗ് ലാമ്പുകളിലും ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഉപയോഗിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.